ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. അപ്പം മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ പല വേർഡ്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൈപ്പിലുള്ള സെൻറ്റൻസ് യൂസ് ചെയ്ത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന്. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനും സംസാരിക്കുന്ന സമയത്ത് ഇതുപോലെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടും പറ്റൂട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഇപ്പം നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ചായ അവിടെയുണ്ട്, വെള്ളം അവിടെയുണ്ട്, ചോറ് ഇവിടെയുണ്ട്, കറി അവിടെയുണ്ട്. ഇങ്ങനെ ഒരു വസ്തു ഒരു സ്ഥലത്തുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് വേർഡാണ് യൂസ് ചെയ്യേണ്ടത്? ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ചായ അവിടെയുണ്ട്, ദ ടീ ഈസ് ദർ അല്ലെ. അവിടെ നമ്മൾ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ. ദ ടീ ഈസ് ദർ. ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്നാണ്, ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നാണ്, ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ. അപ്പൊ ചായ എന്ന് പറയുന്ന വസ്തു അവിടെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈസ് നമ്മൾ യൂസ് ചെയ്തു. പേന ബാഗിലുണ്ട്, പേന ബാഗിലുണ്ട് എന്ന് പറയുകയാണല്ലോ. ഇതും ഒരു വസ്തു ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെയും നമ്മൾ എന്ത് പറയണം? ദ പെൻ ഈസ് ഇൻ ദ ബാഗ്. ദ പെൻ ഈസ് ഇൻ ദ ബാഗ് അല്ലെ. പേന ബാഗിലുണ്ട്. ഇവിടെയും നമ്മൾ ഒരു വസ്തു ആയത് കൊണ്ട് തന്നെ അവിടെ ഈസ് യൂസ് ചെയ്തു. ഇനി ഇതിന് പ്ലൂറൽ ആണെങ്കിൽ അവിടെ നമുക്ക് ആർ യൂസ് ചെയ്യാം കേട്ടോ. കറി കുറച്ച് ബാക്കിയുണ്ട്, കറി കുറച്ച് ബാക്കിയുണ്ട്. ദർ ഇസ് എ ലിറ്റിൽ കറി ലെഫ്റ്റ്. അപ്പൊ ഇവിടെ ദർ ഈസ് എന്ന് നമ്മൾ യൂസ് ചെയ്തു അല്ലെ. കറി കുറച്ച് ബാക്കിയുണ്ട്. അപ്പൊ നമ്മൾ ദർ ഈസ് എന്ന് പറയുന്നതും ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി അതിന് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സം കറി ഈസ് ലെഫ്റ്റ് എന്ന് പറയാം കേട്ടോ. അവിടെ നമ്മൾ ഈസ് മാത്രമാണല്ലോ യൂസ് ചെയ്തത്. സം കറി ഈസ് ലെഫ്റ്റ് അല്ലെങ്കിൽ ദർ ഈസ്. അപ്പൊ ഈ ദർ ഈസും നമ്മളൊരു വസ്തു ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇതിന്റെ പ്ലൂറലായി വരികയാണെങ്കിൽ ആർ യൂസ് ചെയ്യും, ദർ ആർ എന്ന് യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല പനിയുണ്ട്, എനിക്ക് നല്ല പനിയുണ്ട്. ഇവിടെ ഉള്ളത് എനിക്കാണ്, ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് ഉള്ളത്. സോ നമ്മൾ എന്ത് പറയണം? ഹാവ് ഓർ ഹാസ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഹാസ് സിംഗുലർ ആയ സബ്ജക്റ്റിന്റെ കൂടെയും ഹാവ് പ്ലൂറലായ സബ്ജക്റ്റിന്റെ കൂടെയും. അപ്പൊ ഐ ഹാവ് എ ഹൈ ഫീവർ, ഐ ഹാവ് എ ഹൈ ഫീവർ, എനിക്ക് നല്ല പനിയുണ്ട്. ഓക്കെ. ജനൽ തുറന്നിട്ടിട്ടുണ്ട് അല്ലെ. ജനല് തുറന്നിട്ടിട്ടുണ്ട്. ഓൺ ദ സ്പോട്ടിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ വിൻഡോസ് ഹാസ് ബീൻ ലെഫ്റ്റ് ഓപ്പൺ. ജനൽ തുറന്നിട്ടിട്ടുണ്ട്. ഇനി ഇതിന് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെയും പറയാം, വിൻഡോ ഈസ് ഓപ്പൺ എന്ന് പറയാം. അവിടെ നമുക്ക് ഈസ് യൂസ് ചെയ്ത് പറയാം കേട്ടോ. ഞാൻ ഫുഡ് എടുത്തിട്ടുണ്ട്. ആരാ ഫുഡ് എടുത്ത്? ഞാനാണ്. ഐ ഹാവ് ടേക്കൺ ദ ഫുഡ്, ഐ ഹാവ് ടേക്കൺ ദ ഫുഡ്. ഓക്കെ. അപ്പൊ ഉണ്ടെന്ന് പറയുന്ന സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കി തന്നെ വെക്കണം കേട്ടോ. ഇത് എപ്പോ എങ്ങനെയെന്നുള്ള വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അവസാനം ഒറ്റ വാക്കിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ വീഡിയോ അവസാനം വരെ കാണണേ. ഇനി അടുക്കള വൃത്തിയാക്കിയിട്ടുണ്ട്. അടുക്കള വൃത്തിയാക്കിയിട്ടുണ്ട്. അത് ഞാനാകാം, അവളാകാം, ആരുമാകാം അല്ലെ. അവൾ അടുക്കള വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അവിടെ സിംഗുലർ ആയത് കൊണ്ട് ഷി ഹാസ് അല്ലെ. അവൾ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പം ഒരാൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാൾക്കുണ്ട് ഇങ്ങനെയൊക്കെ പറയാനാണ് നമ്മൾ ഹാവാസ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഫസ്റ്റ് പറഞ്ഞതുപോലെ വസ്തുക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഈസ് ഓർ ആറ് എന്ന് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ദർ ഇസ് ദർ ആർ എന്നൊക്കെ പറയും. അവൾ അടുക്കള വൃത്തിയാക്കിയിട്ടുണ്ട്. ഷി ഹാസ് ക്ലീൻഡ് ദ കിച്ചൺ, ഷി ഹാസ് ക്ലീൻഡ് ദ കിച്ചൺ. അപ്പൊ ഞാൻ അടുക്കള വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് ക്ലീൻഡ് ദ കിച്ചൺ. ഓക്കെ. അവർ ടി വി കാണുന്നുണ്ട്, അവർ ടി വി കാണുന്നുണ്ട് അല്ലെ. ഓൺ ദ സ്പോട്ടിലുള്ള കാര്യമാണ്, അവരാണ് സബ്ജക്ട്. ദേ ആർ വാച്ചിങ് ടി വി, ദേ ആർ വാച്ചിങ് ടി വി. ഞങ്ങൾ ഷോപ്പിൽ പോകുന്നുണ്ട്, ഞങ്ങൾ ഷോപ്പിൽ പോകുന്നുണ്ട്. വി ആർ ഗോയിങ് ടു ദ ഷോപ്പ്, അല്ലെങ്കിൽ ഞങ്ങൾ ഷോപ്പിൽ പോവുകയാണ് എന്നുള്ളതാണ്. വി ആർ ഗോയിങ് ടു ദ ഷോപ്പ്. അനു ബീച്ചിൽ ഇരിക്കുന്നുണ്ട് അല്ലെ. അതും ഓൺ ദ സ്പോട്ടിൽ. ഇവിടെയൊക്കെ ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നത് എന്താണ്? ആണ് എന്നർത്ഥം വരുന്നതും കൂടിയാണ് കേട്ടോ. അപ്പം അനു ബീച്ചിൽ ഇരിക്കുന്നുണ്ടെന്ന് പറയുമ്പം ഇപ്പൊ നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, അനു എവിടെ, നീ അനുവിനെ കണ്ടോ? അനു ബീച്ചിൽ ഇരിക്കുന്നുണ്ട്. ഓൺ ദ സ്പോട്ടിൽ നമ്മൾ പറയുകയാണെങ്കിൽ അനു ഈസ് സിറ്റിംഗ് അറ്റ് ദ ബീച്ച്, അനു ഈസ്
സിറ്റിംഗ് അറ്റ് ദ ബീച്ച്. അപ്പൊ ഇവിടെ ഈസ് യൂസ് ചെയ്തു. ഓക്കെ, ആണ്, ഉണ്ട് എന്നൊക്കെ പറയാട്ടോ. ഇത് വളരെ ചെറുതായിട്ടുണ്ട് അല്ലേ? പല സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പറയാറുണ്ട് ഇത് വളരെ ചെറുതായിട്ടുണ്ട്. ഇറ്റ് ഹാസ് ബിക്കം വെരി സ്മോൾ. ഇറ്റ് ഹാസ് ബിക്കം വെരി സ്മോൾ. അവളെ കാണാൻ നല്ല സ്റ്റൈലുണ്ട് അല്ലേ? അവളെ കാണാൻ നല്ല സ്റ്റൈലുണ്ട്. ഇവിടെ ആരാ സ്റ്റൈലുള്ളത്? അവളാണ്. സോ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഷീ ലുക്സ് വെരി സ്റ്റൈലിഷ്. ഷീ ലുക്സ് വെരി സ്റ്റൈലിഷ് എന്ന് പറയാം. അവർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഇവിടെ വന്നിട്ടുണ്ട്. ദേ ഹാവ് കം ഹിയർ അല്ലേ? വന്നിട്ടുണ്ട് ഇങ്ങനെ പറയാനും നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദേ ഹാവ് കം ഹിയർ. അവർ ഇവിടെ വരാറുണ്ടെന്ന് പറയുകയാണെങ്കിലോ ഈ ഉണ്ടിന് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ദേ കം ഹിയർ. അതൊരു പതിവ് കാര്യമാണ്. സോ ദേ കം ഹിയർ. പതിവ് കാര്യം അതാണ്. നമുക്ക് ദേ യൂഷ്വലി കം ഹിയർ എന്നും യൂസ് ചെയ്യാം. അവൻ ചായ കുടിക്കുന്നുണ്ട് അല്ലേ? ഈ ഉണ്ടിന് എന്താ പറയാ? അവൻ ചായ കുടിക്കുന്നുണ്ട്. അതായത് അവൻ ചായ കുടിക്കുകയാണ്. ഹി ഈസ് ഡ്രിങ്കിങ് ടീ. ഹി ഈസ് ഡ്രിങ്കിങ് ടീ അല്ലെ? ഞാൻ ഫുട്ബോൾ കാണാറുണ്ട് അല്ലെ? അതിൻ്റെ ഒരു പതിവാണ് കാര്യമാണ്. ഞാൻ ഫുട്ബോൾ കാണാറുണ്ട്. ഈ ഉണ്ടിന് നമ്മൾ എന്ത് പറയും? ഐ വാച്ച് ഫുട്ബോൾ മാച്ചസ്. ഐ വാച്ച് ഫുട്ബോൾ മാച്ചസ്. നേരത്തെ പറഞ്ഞ പോലെ പതിവ് കാര്യമായതുകൊണ്ട് ഐ യൂഷ്വലി വാച്ച് ഫുട്ബോൾ മാച്ചസ്. അവൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. ഹി ഗെറ്റ്സ് അപ്പ് ഏർലി അല്ലേ? അതവന്റെ പതിവാണ്. സോ നമുക്ക് ഹി ഗെറ്റ്സ് അപ്പ് ഏർലി എന്നും പറയാം. ഹി യൂഷ്വലി ഗെറ്റ്സ് അപ്പ് ഏർലി. ഞാൻ എന്നും ജോലിക്ക് പോകാറുണ്ട് അല്ലേ? ഇത് നമ്മൾ പതിവായൊരു കാര്യമാണല്ലോ. ഞാൻ എന്നും ജോലിക്ക് പോകാറുണ്ട്. ഐ ഗോ ടു വർക്ക് എവറി ഡേ. ഐ ഗോ ടു വർക്ക് എവറി ഡേ. എനിക്ക് നേരത്തെ ബസ് കിട്ടാറുണ്ട്. എനിക്ക് നേരത്തെ ബസ് കിട്ടാറുണ്ട്. ഐ യൂഷ്വലി ഗെറ്റ് എ ബസ് ഏർലി. ഐ യൂഷ്വലി ഗെറ്റ് എ ബസ് ഏർലി. അവന് ബസ് കിട്ടിയിട്ടുണ്ട്. ഹി ഹാസ് ഗോട്ട് എ ബസ്. ഹി ഹാസ് ഗോട്ട് എ ബസ്. ഇനി പുസ്തകം മേശപ്പുറത്തുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു പേന ബാഗിലുണ്ടെന്ന് പറഞ്ഞതുപോലെ പുസ്തകം മേശപ്പുറത്തുണ്ടെന്നാണ്. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. എന്റെ ഫോൺ ചാർജിലുണ്ട്. മൈ ഫോൺ ഈസ് ഓൺ ചാർജ്. മൈ ഫോൺ ഈസ് ഓൺ ചാർജ്. വാതിൽ അടച്ചിട്ടിട്ടുണ്ട്. വാതില് അടച്ചിട്ടിട്ടുണ്ട്. ദ ഡോർ ഹാസ് ബീൻ ക്ലോസ്. അവനിപ്പോൾ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവനിപ്പോൾ പഠിക്കുകയാണ്. ഹി ഈസ് സ്റ്റഡിയിങ് നൗ. ഹി ഈസ് സ്റ്റഡിയിങ് നൗ. കുട്ടികൾ പുറത്ത് കളിക്കുകയാണ്. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഔട്ട്സൈഡ്. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഔട്ട്സൈഡ് അല്ലേ? ഇവിടെ ആറാണ് നമ്മൾ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ് അല്ലെ? ഞങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. വി ആർ ഈറ്റിംഗ് ഫുഡ് നൗ. അവൻ എപ്പോഴും സമയത്ത് എത്താറുണ്ട്. അവൻ എപ്പോഴും സമയത്ത് എത്താറുണ്ട്. ഹി ഓൾവേസ് അറൈവ്സ് ഓൺ ടൈം. ഹി ഓൾവേസ് അറൈവ്സ് ഓൺ ടൈം. അവൻ എപ്പോഴും സമയത്ത് എത്താറുണ്ട്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ ക്ലിയർ ആയല്ലോ. എത്തരത്തിലെല്ലാം നമ്മൾ ഉണ്ടെന്ന് പറയാറുണ്ടെന്ന് ക്ലിയർ ആയില്ലേ? ഹാവ് യൂസ് ചെയ്യും. അതുപോലെ ഹാസ് സിംഗുലറിന്റെ കൂടെ യൂസ് ചെയ്യും. ഈസ് നമ്മള് ഈസ്, ആറ്, ആം ഇവയെല്ലാം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലെ? ഒരു വസ്തു ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഈസ്, ആറ്, ആം. അപ്പൊ ഒരു വസ്തുവിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്ന സമയത്ത് ഒരു വസ്തു അവിടെയുണ്ട് അല്ലെങ്കിൽ വസ്തു എന്റെ ബാഗിലുണ്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഹാവാസ് യൂസ് ചെയ്തിട്ടല്ല പറയാറ്. ഈസ്, ആറ്, ആം എന്നുള്ള ഒരു സ്ലർ യൂസ് ചെയ്തിട്ടാണ് പറയാറ്. വ്യക്തിക്ക് ഒരു കാര്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് യൂസ് ചെയ്യും. സിംഗുലർ ആണെങ്കിൽ ഹാസ് യൂസ് ചെയ്യും. ഓക്കെ, പാസ്റ്റ് ആണെങ്കിൽ ഹാഡ് യൂസ് ചെയ്യും. ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് എന്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു ഉണ്ട്, ഒരു വ്യക്തിക്ക് ഒരു വസ്തു ഉണ്ട്. ഇപ്പം എനിക്ക് അല്ലേ? നമ്മൾ നമ്മളെ തന്നെ പറയുമ്പോൾ എനിക്ക്, അവൾക്ക്, അവനിക്ക് എന്നൊക്കെ പറയുമ്പോഴാണ് ഈ ഹാവ് ഓർ ഹാസ് യൂസ് ചെയ്യുന്നത്. ഒരു വ്യക്തി ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിലും നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? ഹാവ് ഓർ ഹാസ് യൂസ് ചെയ്ത് പറയൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ ഹാവ് ഓർ ഹാസ് യൂസ് ചെയ്യും. ഇനി ദർ ഈസ്, ദർ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഇതും നമ്മൾ ഒരു വസ്തുവിൽ ഒരു വസ്തു ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്താണ് ദർ ഈസ്, ദർ ആർ എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉണ്ട്, ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഈസാറാമിന്റെ പാസ്റ്റ് നോക്കുകയാണെങ്കിൽ വാസ്, വേർ യൂസ് ചെയ്യും. അതുപോലെ ഹാവാസിന്റെ പാസ്റ്റ് വരികയാണെങ്കിൽ ആഡും യൂസ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക.
ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. എനിക്ക് സമയം കിട്ടാറുണ്ട്. എനിക്ക് സമയം കിട്ടാറുണ്ട് എങ്ങനെ പറയാം താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.